എല്ലാവർക്കും അപ്പോൾ ചിപ്മെനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഫോപ്നു എന്ന് പറയുന്നൊരു ടോറൻറ്റ് ബേസ്ഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടിക്സാറ്റിയുടെ തന്നെ ഡെവലപ്പേഴ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ഫോപ്നു എന്ന് പറയുന്നത്. സോ ഫോപ്നു ഒരു എന്താ പറയുക, ടിക്സാറ്റിയുടെ തന്നെ ചാനൽസ് എന്ന് പറയുന്നൊരു ഫീച്ചർ അത് അതേപടി തന്നെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചേക്കുവാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ടോറൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ചാനൽസിൽ നിന്നുള്ള ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ ചാനൽസ് എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഉള്ളതാണ് ഈ ഫോപ്നു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ടാബാണിത്. നെറ്റ്വർക്കിൽ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇപ്പോൾ ഇൻകമിങ് പാക്കറ്റ്സും അതുപോലെ നമ്മുടെ നെറ്റ്വർക്ക് എത്രയാണ് ബാൻഡ് വിഡ്ത്ത് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, പിന്നെ ലൈബ്രറിയാണ് വരുന്നത്. ലൈബ്രറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ എടുത്ത് നമുക്ക് ആവശ്യമുള്ള വേറെയുള്ള യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഫയൽസും ഫോൾഡേഴ്സ് എല്ലാം ഈ ഡയറക്ടറിയുടെ ഉള്ളിലേക്ക് എടുത്തിടാൻ പറ്റും. ഓക്കെ, ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഏതൊക്കെ ഇടണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇട്ടിരിക്കുന്ന ഫയൽസ് എല്ലാം ഫോപ്നു തന്നെ യൂസ് ചെയ്യുന്ന വേറെ യൂസേഴ്സിന് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറി എടുത്ത് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കത് ആക്സസ് ചെയ്യാനും അവർക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. നമ്മൾ ഓൺലൈനായി ഇരിക്കുന്നത് മാത്രമേ അത് പറ്റുള്ളൂ. പിന്നെ ചാറ്റ് ഉണ്ട്, അതാണ് ചാനൽസ് നേരത്തെ ഞങ്ങൾ പറഞ്ഞത്. സോ ചാനൽസിൻ്റെ അകത്ത് ഈ കാണുന്ന ഇതിൻ്റെ അകത്തുള്ള ഫോപ്നുവിൽ അവൈലബിൾ ആയിട്ടുള്ള ചാനൽസാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ഉള്ളത്. ഇപ്പോൾ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ചാനൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള യൂസേഴ്സുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്തുള്ള ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫയൽസ് ഡൗൺലോഡ് ചെയ്യലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. മെയിനായിട്ട് അതിന് വേണ്ടിയാണ് ഈ ചാനൽസ് ഉപയോഗിക്കുന്നത്. അകത്തുള്ളൊരു മിക്കവരും അങ്ങനെ ചാറ്റ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ പ്രൈവറ്റായിട്ട് ചാറ്റ് ചെയ്യണവർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ബിറ്റോറൻറ്റ് പ്രോട്ടോക്കോളിലാണ് ഇത് മൊത്തം വർക്ക് ചെയ്യുന്നത്. P2P വെച്ചാണ്, P2P നെറ്റ്വർക്കിംഗ് ആണ് ഇത്. സോ ചെയ്യുമ്പോഴത്തേക്കും അത് സ്റ്റോറായിരിക്കുന്നതല്ലാതെ പിന്നെ അത് രണ്ട് യൂസേഴ്സ് ഓൺലൈൻ ആയിരുന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ടാണെങ്കിലും ചാറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും നേരത്തെ ചെയ്ത ഒന്നും ഒരു സെർവറിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അതെല്ലാം യൂസേഴ്സിൻ്റെ PC-യിലായിരിക്കും ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ യൂസർ ഓൺലൈൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആക്സസിബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു ഞാൻ ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് കണക്റ്റിംഗ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരില്ല. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വരുന്നില്ല. ഞാനിപ്പോൾ യൂസറെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്പോഴ് ഷെയർ ചെയ്തേക്കുന്ന ഫയൽസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ വന്നിട്ട് കണക്റ്റഡ് ആവുന്നില്ല. പുതിയ കണക്ഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം. ഓക്കെ, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഡിസ്കണക്റ്റ് ആയി. ഓക്കെ, ഇത് ഈ യൂസർ ഷെയർ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മളെ ഇതുപോലെ യൂസേഴ്സായിട്ട് കാണിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ലൈബ്രറി ഇട്ടിരിക്കുന്നത് വേറുള്ളവർക്ക് എടുക്കാം. അതുപോലെ വേറുള്ളവരുടെ ഫയൽസ് നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു ഫയൽ ഷെയറിങ്
നെറ്റ്വർക്കാണ് ഈ ഫോപ്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്ത മ്യൂസിക് കളക്ഷനാണ് ഈ കാണുന്നത്. കുറേ ഉണ്ട്. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ വേറൊരു യൂസറിനെ കൂടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം അവരുടെ ഓരോ ആർച്ചീവൊക്കെയാണ് ഈ കാണുന്നത്. കുറേ ഫയൽസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങളത് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും ഇതുമായിട്ട് എന്താ പറയുക, സിങ്കായിട്ട് പൊക്കോളും. അത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും കൂടുതൽ മനസ്സിലാവും. പിന്നെ വരുന്നത്, ഇപ്പം എനിക്ക് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് ഓക്കെ, ഞാൻ നേരത്തെ ഗ്രൂപ്പിലേക്ക് കണക്റ്റഡായി. അപ്പം ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ആവും. ആരും അങ്ങനെ ചാറ്റൊന്നും ചെയ്യാറില്ല. അത് പ്രൈവറ്റ് ആയിട്ടുള്ള റൂം ഉണ്ടാക്കിയാണ് സാധാരണ ചാറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വേറെ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതിന് സെർച്ച് എന്ന് പറയുന്നത് ഇപ്പം കണക്ട് ചെയ്ത് കിടക്കുന്ന ചാനൽസിലുള്ള എന്തെങ്കിലും കീവേഡ് നമുക്കിവിടെ അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കീവേഡിൽ നമ്മുടെ ചാനലിൽ ആ കീവേഡിലുള്ള ഫയൽസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും. അതിനായിട്ടാണ് ഈ സെർച്ച് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഏത് കാറ്റഗറി ഇവിടെ വേണമെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ കൊടുത്ത് സെർച്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളടുത്ത് മാറ്റിയിട്ട് ഇഷ്ടമുള്ളത് മാത്രം സെർച്ച് ചെയ്യാം. അതെല്ലാം ഉണ്ട്. പിന്നെ ട്രാൻസ്ഫറിൻ്റെ അകത്ത് ഇപ്പം എന്തെങ്കിലും ഒരു ഫയൽ ഓക്കെ ഞാൻ സെർച്ച് കൊടുത്തു. കുറച്ച് ഓഡിയോ ഫയൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് അത് ഡൗൺലോഡ് കൊടുത്താൽ മതി. അപ്പോൾ അത് നേരെ ട്രാൻസ്ഫറിലേക്ക് വരും. എന്ത് ഫയലാണ് ഡൗൺലോഡ് ചെയ്യണത് എന്ന് വെച്ചാൽ അത് നേരെ ട്രാൻസ്ഫറിലേക്ക് വരും. ട്രാൻസ്ഫറിൽ എത്ര സ്പീഡിലാണത് ഡൗൺലോഡ് ആവുന്നത്, കംപ്ലീറ്റ് ബാൻഡ് വിഡ്ത്തും സാധാരണ ഡീറ്റെയിൽസും ഒരു ഡൗൺലോഡ് മാനേജറിലുള്ള എല്ലാ സ്റ്റെപ്പും ഉണ്ടാവും. പിന്നെ ഇത് കിടക്കുന്ന ആൾക്ക് നല്ല അപ്ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല സ്പീഡിൽ ഡൗൺലോഡായി തീരുള്ളൂ. പിന്നെ നമുക്കും നല്ല സ്പീഡ് വേണം. പിന്നെ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ടാബാണ്. ബാൻഡ് വിഡ്ത്ത് ടാബിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡും അപ്ലോഡും ഡൗൺലോഡും എത്രയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഇത് നമ്മുടെ കോണ്ടാക്ട്സ്, ഇതിൽ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും യൂസറിനെ കോണ്ടാക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നെയിമാണ് കിടക്കുന്നത്, അത് ചേഞ്ച് ചെയ്യാനായിട്ടും ഇതിൽ പറ്റും. പിന്നെയുള്ളത് സെറ്റിങ്സാണ്. സെറ്റിങ്സ് വലിയൊരു ടിക്സാറ്റിയുടെ പോലൊരു വലിയൊരു ഇൻ്റർഫേസ് ഒന്നുമില്ല. എങ്കിലും എന്താ പറയുക, നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ നെറ്റ്വർക്കും ഫയൽസൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. RSS ഫീഡ്സ് ഒന്നുമില്ല. പിന്നെ ഹെൽപ്പ് അത് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് പിന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അത് എങ്കിലും നമ്മുടെ ലൈബ്രറിയുടെ അകത്ത് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിൻ്റെ അകത്ത് അത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഫോപ്നു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഫയൽ ഷെയറിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. P2P നെറ്റ്വർക്ക് വെച്ചാണ് ഇതിൻ്റെ P2P ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വേണ്ടവർ ഇതൊക്കെ ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.